Momma's dishwash liquid. Soft on hands. കർഷകർ ആരാണെന്ന് കേന്ദ്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ അവസരത്തിൽ കടന്നു പോകുന്നുള്ളത്. കൂട്ടത്തോടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് സമരം നയിച്ചപ്പോൾ അമിത്ഷയും അമിത്ഷയുടെ കൂട്ടാളികളും വിറച്ചുപോയ ദിനങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ ഇനി അതല്ല നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കർഷകർ ഭാരത ബന്ദ് പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിശ്ചലമായ സാഹചര്യമാണ് കാണാൻ വേണ്ടി സാധിച്ചത്. രാജ്യത്തുള്ള ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം, കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ല എങ്കിൽ അത് തങ്ങളുടെ വീടിനെ ബാധിക്കും, തങ്ങളെ ബാധിക്കുമെന്ന് വ്യക്തമായി രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ കർഷകർ പ്രഖ്യാപിച്ച ഭാരത ബന്ദിന് അവർ പരിപൂർണ പിന്തുണ നൽകി. അതിൽ BJP-കാരനും ഉണ്ടാകും, കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാകും, കോൺഗ്രസ്സുകാരനും ഉണ്ടാകും, SDPകാരനും ഉണ്ടാകും, ലീഗുകാരനും ഉണ്ടാകും. അങ്ങനെ നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും. കാരണം അവർക്ക് വ്യക്തമായി അറിയാം, കർഷകർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ, ജനജീവിതത്തെ തന്നെ ഇല്ലാതാക്കും എന്ന്. അതുകൊണ്ട് തന്നെ ദാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. നാളെയാണ് അമിത്ഷാ കർഷകരുമായി ചർച്ച വെച്ചിരുന്നത്. എന്നാൽ ഭാരത ബന്ദിന് വലിയ പിന്തുണ നൽകിയപ്പോൾ ആ പിന്തുണ കണ്ട് കേന്ദ്രം ഒന്ന് ഞെട്ടിവിറച്ചപ്പോൾ അമിത്ഷാ നാളെ വെച്ചിരുന്ന ചർച്ച ഇന്ന് വൈകുന്നേരമാക്കി. കാരണം അതുവരെ സഹിച്ചു നിൽക്കാൻ അമിത്ഷയ്ക്ക് സാധിക്കുന്നില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അതാണ് ഇതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന സംഘിക്കോമരങ്ങൾക്ക് കർഷക സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി നിന്നുകൊണ്ട് അമിത്ഷയുടെ നെഞ്ചിടിപ്പ് കാണാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പറഞ്ഞു വരുന്നത്, അമിത്ഷാ നാളത്തെ ചർച്ച ഇന്നേക്ക് വെച്ചത് കർഷകർ നാളെ എന്തു ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് തന്നെയാണ്. നാളത്തെ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് കർഷക നേതാക്കളിൽ ചിലർ എടുത്തു പറയുമ്പോൾ അമിത്ഷാ വിചാരിച്ചു കാണും, ഇവരോട് സംസാരിക്കാൻ ഇനി മറ്റൊരു ദിവസം കിട്ടിയെന്ന് വരില്ല എന്ന്. പട്ടാളമായാലും പോലീസായാലും കർഷകർക്ക് നേരെ ലാത്തി ഓങ്ങുമ്പോൾ, തോക്ക് ചൂണ്ടുമ്പോൾ വിറക്കുന്നത് അവർക്കറിയാം, അന്നം കിട്ടണമെങ്കിൽ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കണം എന്ന്. എന്തായാലും അമിത്ഷയുടെ ആ വിറയലുണ്ടല്ലോ, അത് രാജ്യം കണ്ടു രസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.